ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടമാണല്ലോ. ഇന്ന് നമ്മൾക്ക് ദൈവവചനത്തിലെ ഒരു കഥ പഠിക്കാം. അതിനു മുമ്പായിട്ട് നമുക്കൊരു വാക്യം പഠിക്കാം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം. അവന് ഏനസ് എന്ന് പേരിട്ടു. ആ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. ഇവിടെ കാണുന്നത് ആരുടെ കാലത്താണ് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങിയത് എന്നാണ്. അപ്പോൾ അവിടെ പറയുന്നത് ഏനേസിൻ്റെ കാലത്താണ്. നമുക്കറിയാം ദൈവത്തിന് വഴിപാടൊക്കെ കൊണ്ടുവന്നു. അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. ഹാബേലിൻ്റെയും കയ്യിൻ്റെയും വഴിപാടിനെക്കുറിച്ച് പഠിച്ചു. ഹാബേലിൻ്റെ വഴിപാടിൽ ദൈവം പ്രസാദിച്ചതായിട്ടൊക്കെ നമ്മൾ പഠിച്ചു. അതിനുശേഷം ഇവിടെ ആദാമിന് ഒരു മകനുണ്ടായി. ആ മകന് അവന് ശേത്ത് എന്ന് പേരിട്ടു. ശേത്തിൻ്റെ മകൻ ഏനേസിൻ്റെ കാലത്താണ് ആരാധന ഉണ്ടായതെന്നാണ് ഇവിടെ കാണുന്നത്. നമുക്ക് ആ വാക്യം ഒന്നും കൂടെ പഠിക്കാം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം. അവൻ ഏനേസ് എന്ന് പേരിട്ടു. ആ കാലത്തെ യഹോവയുടെ നാമത്തിലുള്ള ആരാധന ഉണ്ടായി. കുഞ്ഞുങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഈ ആരാധനയൊക്കെ നമ്മൾ പോയി ചർച്ചിലും ഹോളിലും ഒക്കെ ആയിട്ട് പോയിട്ട് അവിടെ ആരാധിക്കുന്നത് അത് അധികം വർഷങ്ങളായിട്ടില്ല, അല്ലെങ്കിൽ അധികം നാളുകളായിട്ടില്ല എന്നായിരിക്കാം നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെയല്ല കേട്ടോ. ആദാമിൻ്റെ മകനായ ശേത്തിൻ്റെ മകനായ ഏനസിൻ്റെ കാലത്ത് മുതൽ ദൈവനാമത്തിലുള്ള ആരാധന തുടങ്ങി. ആരാധനയെക്കുറിച്ച് കർത്താവ് പറയുമ്പോൾ ചില കാര്യങ്ങൾ ദൈവത്തിന് പറയാനുണ്ടായിരുന്നു. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലുമുള്ള യാതൊന്നിൻ്റെയും പ്രതിമയരുത്. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. നിൻ്റെ ദൈവമായ യഹോവയായ ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു. ഇവിടെ കാണുന്നത് നമ്മളൊരു വിഗ്രഹത്തെ നമസ്കരിക്കരുത് എന്നുള്ളതാണ് കാണുന്നത്. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് മീതെയുള്ള വെള്ളത്തിലുള്ള എങ്കിലും യാതൊന്നിൻ്റെ പ്രതിമ നാം ഉണ്ടാക്കരുത്. ഉണ്ടാക്കുക എന്നുള്ളത് ഉണ്ടാക്കരുതെന്ന് മാത്രമല്ല അവിടെ പറയുന്നത്, അവയെ നമസ്കരിക്കുകയോ അതിനെ സേവിക്കുകയോ ചെയ്യരുത്. കാരണം പ്രതിമ എന്നുള്ളത് നാം യിരെമ്യാവിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അത് മനുഷ്യനുണ്ടാക്കുന്നു. അവ സംസാരിക്കുന്നില്ല, അവ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ വാങ്ങുന്നില്ല. അവർക്ക് വായില്ല, മൂക്കില്ല, ചെവിയില്ല. ഇതെല്ലാം മനുഷ്യനുണ്ടാക്കുന്നതാണ്. അവർ കേൾക്കുന്നില്ല എന്നുള്ളത് നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. ഒരു വിഗ്രഹത്തിന് ഒരു വിഗ്രഹം മനുഷ്യൻ തൻ്റെ കൈവേല കൊണ്ട് ഉണ്ടാക്കുന്നു. അതിൽ പറയുന്നുണ്ട്, ഒരു തടിക്കഷ്ണം എടുത്ത് ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കി ബാക്കിയുള്ള തടിക്കഷ്ണം വിറകിനായിട്ട് ഉപയോഗിക്കുന്നു. അത്രയേ ഉള്ളൂ ഒരു മനുഷ്യൻ ഉണ്ടാക്കുന്ന വിഗ്രഹത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. എന്നാൽ അവയല്ല, യഹോവയായ ദൈവമുണ്ട്. അതിൻ്റെ വിഗ്രഹത്തെ അല്ല, യഹോവയായ ദൈവത്തെ ആരാധിക്കണം, സ്തുതിക്കണം എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മാത്രമല്ല, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നാം കാണുന്നുണ്ട്, അവിടെ ഒരു സ്ത്രീയെ കർത്താവിനുമായിട്ടുള്ള സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവൾ പറയുകയാണ്, അപ്പോൾ അവൾ പറഞ്ഞു, നീ പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വന്നു. നമസ്കരിക്കേണ്ടിരിക്കുന്ന സ്ഥലം യെരൂശലേമിലാകുന്നു എന്ന് നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞു. അവൾ കർത്താവിനോട് പറയുന്നതാണ്, അവൻ യഹൂദനായതുകൊണ്ട്, മറ്റത് ജാതി ആയതുകൊണ്ട് അവൻ ആരാധിക്കുന്ന സ്ഥലമാണ്, അവിടെയാണ് നമസ്കരിക്കേണ്ടത് എന്ന് നിങ്ങൾ പറയുന്നു. എന്നാൽ ഞങ്ങൾ ഈ മലയിലാണ് നമസ്കരിക്കുന്നത് എന്ന് കർത്താവിനോട് ആ സ്ത്രീ പറയുന്നതായിട്ട് കാണുന്നുള്ളൂ. എവിടെ നമസ്കരിക്കണം, എങ്ങനെ നമസ്കരിക്കണം എന്നുള്ളത് ആ സ്ത്രീക്ക് അറിയത്തില്ല. ആ സ്ത്രീയെ കർത്താവിനോട് പറയുകയാണ്, യഹൂദയിൽ അല്ലെങ്കിൽ യെരൂശലേം ദേവാലയത്തിലാണ് നമസ്കരിക്കേണ്ട സ്ഥലം എന്ന് പറയാണ്. അപ്പോഴും കർത്താവ് പറയാണ്, നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്ന ഈ മലയിലുമല്ല യെരൂശലേമിലുമല്ല എന്നുള്ള നാഴിക വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളും അറിയുന്നതിനെ നമസ്കരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവം ആത്മാവാകുന്നു. അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ദൈവം ആത്മാവാകുന്നു. സർവശക്തനായ ദൈവം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു രൂപമല്ല ദൈവത്തിനുള്ളത്. അത് ഈ ലോകത്തിലുള്ള മനുഷ്യരുടെയോ അല്ലെങ്കിൽ മൃഗങ്ങളുടെയോ
ഭൂലോകത്തിലുള്ള മറ്റതിൻ്റെ ഒന്നിൻ്റെയും രൂപങ്ങളല്ല. അത് ദൈവം ആത്മാവാകുന്നു. അത് നമുക്കറിയത്തില്ല ദൈവത്തിൻ്റെ രൂപം എന്താണെന്ന്. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ, അതുകൊണ്ട് ആത്മാവായ ദൈവത്തെ നമസ്കരിക്കുന്നവർ സത്യത്തിലും ആത്മാവിലും നമസ്കരിക്കണം. ഒരു രൂപമുണ്ടെങ്കിൽ ദൈവത്തിന് രൂപമുണ്ടെങ്കിൽ ആ രൂപമനുസരിച്ച് നമുക്ക് നമസ്കരിക്കാനായിട്ട് സാധിക്കും. എന്നാൽ രൂപമില്ലാത്ത ആത്മാവാകുന്ന കർത്താവിനെ ആരാധിക്കാൻ നമ്മളും നമ്മുടെ ആത്മാവിലും സത്യത്തിലും വിശുദ്ധിയിലും ദൈവത്തെ ആരാധിക്കണം എന്നാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഒരു സംശയം തീർന്നു കാണും, ഇല്ലേ, എന്ന് മുതലാണ് ഈ ആരാധന ഉണ്ടായത്? ആരാധന എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും വാഴ്ത്തുകയും ചെയ്യുന്നതാണ് ആരാധന. അപ്പോൾ ആ ആരാധന ഉണ്ടായത് എന്നു മുതലാണ്? ആദാമിൻ്റെ മകനായ ശേത്തിൻ്റെ മകനായ ഏനേസിൻ്റെ കാലത്ത് ആരാധന ഉണ്ടായി എന്നാണ് ദൈവവചനം പറയുന്നത്. ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഈ നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ മക്കളായ ഞങ്ങൾക്ക് നിൻ്റെ സന്നിധിയിൽ വരുവാൻ സഹായിച്ചതുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ഈ ഇന്നത്തെ ദിവസം ഞങ്ങളെ അനുഗ്രഹിക്കണം. സത്യത്തിലും ആത്മാവിലും കർത്താവിനെ ആരാധിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ കുറവുകളെ, തെറ്റുകളെയും പാപങ്ങളെയും ക്ഷമിക്കണം. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ താഴ്മവിനയമായിട്ട് അപേക്ഷിക്കുന്നു. നമ്മളിന്ന് പഠിച്ചതിൽ അനേക പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നാമതായിട്ട് നമുക്കറിയാം, ആദാമിൻ്റെ മകനായ ഏനേസിൻ്റെ കാലത്ത് തന്നെ ആരാധനയുണ്ടായി. അതുകൊണ്ട് ആരാധന എത്ര പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് നാം ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, അങ്ങനെ വിഗ്രഹം ഉണ്ടാക്കി വിഗ്രഹത്തെ ആരാധിക്കരുത് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മൂന്നാമതായിട്ട് സ്ഥലത്തിൻ്റെ അല്ല പ്രാധാന്യം. അവിടെ യഹൂദന്മാരുടെ ദേവാലയം ഇരിക്കുന്ന യെരുശലേമിലാണ് ആരാധിക്കുന്നത് എന്നുള്ള അതല്ല ശരിയായിട്ടുള്ള. സ്ഥലത്തിന് പ്രാധാന്യമില്ല എന്നുള്ളത് കർത്താവ് തന്നെ പറയുന്നു. നാലാമതായിട്ട് കർത്താവിനെ ആരാധിക്കുന്നത് നാലാമതായിട്ട് ദൈവം ആത്മാവാകുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അഞ്ചാമതായിട്ട് ദൈവത്തെ ആരാധിക്കുന്ന ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം എന്നുള്ളത് പറയുന്നു. ഓക്കെ, ഇന്നത്തെ പാഠം നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.